കൊല്ലം പോരുവഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കർഷക സംഘടനകളുടെ പ്രതിഷേധം. കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ഇടതുപക്ഷ കർഷക സംഘടനകളാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധം ആർ അമ്പിളിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ആളൂരിൽ ഒളിവിലായിരുന്ന മോഷണക്കേസ് പ്രതി പിടിയിൽ. തൃശൂർ മടത്തുപ്പടി സ്വദേശി സന്തോഷാണ് പിടിയിലായത്. പോത്തുമോഷണം, വ്യാപാര സ്ഥാപനങ്ങൾ കുത്തിത്തുറക്കുക, ഇരുചക്ര വാഹന മോഷണം തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കരനെൽ കൃഷി വിളവെടുപ്പ് നടത്തി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശനൻ നെൽക്കതിർ കൊയ്ത് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പൊന്നാനി അഴിമുഖത്ത് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ അപകടം. വള്ളത്തിലുണ്ടായിരുന്നവരെ മത്സ്യത്തൊഴിലാളികളെയും കോസ്റ്റൽ പോലീസും ഫിഷറീസ് റെസ്ക്യൂ ടീമും ചേർന്ന് രക്ഷപ്പെടുത്തി. കോട്ടയം വൈക്കത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കേര കർഷക സംഗമത്തിന് തുടക്കം. ചടങ്ങ് കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടിന് തെങ്ങിൻ തൈ നൽകി ഉദ്ഘാടനം ചെയ്തു. കർഷക താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ വേണമെന്നും ചടങ്ങിൽ ആവശ്യപ്പെട്ടു. രാജസ്ഥാനിൽ വ്യോമസേനയുടെ MiG-29 വിമാനം തകർന്നു വീണു. അപകടം തിങ്കളാഴ്ച രാത്രി ബർമറിന് സമീപം. പൈലറ്റ് രക്ഷപ്പെട്ടു. പതിവ് പരിശീലന പറക്കലിനിടെ ഉണ്ടായ സാങ്കേതിക തകരാറാണ് അപകട കാരണം. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ ജനങ്ങൾക്ക് സന്ദർശിക്കാൻ അനുമതി. ഉത്തരവ് 3 മാസത്തേക്ക്. ഒരേ സമയം 20 പേർക്ക് മാത്രം പ്രവേശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രൂണയിലും സിംഗപ്പൂരിലെയും സന്ദർശനം ഇന്ന്. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണൈ സന്ദർശിക്കുന്നത്.